ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കടല പരിപ്പ് കൊണ്ട് വടയുണ്ടാക്കാമെങ്കിൽ പിന്നെ കടല കൊണ്ട് എന്തുകൊണ്ടായിക്കൂടാ? റേഷൻ കടല സർപ്ലസായി കിട്ടി തുടങ്ങിയപ്പോഴാണ് ഈ കാര്യം എനിക്ക് കത്തിയത്. കടലയുടെ തൊലി കൂടി ചേർത്ത് അരയ്ക്കുന്നത് കൊണ്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് ബ്രൗൺ കളർ കൂടിയിരിക്കുമെന്നേ ഉള്ളൂ. പരിപ്പ് വട ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നതും. തൊലി കൂടി ഉള്ളതിനാൽ ഗുണമേറെയുണ്ട് ഈ 4 മണി പലഹാരത്തിന്. വീഡിയോ കണ്ടു നോക്കൂ. വടയ്ക്ക് ഒരു നാഴി, അതായത് 1.5 കപ്പ് കടല എടുത്തു. വെള്ളത്തിൽ നേരത്തെ തന്നെ ഇട്ട് വെച്ചതാണ്. ഒരു ദിവസം മുന്നേ ഇട്ട് വെച്ചതാണ് ഈ കടല. വെള്ളത്തിൽ നല്ലവണ്ണം കുതിരണം. 2 സവാള ചെറുതായി കട്ട് ചെയ്തത്, ഒരു വലിയ പീസ് ഗ്രേറ്റ് ചെയ്ത ഇഞ്ചി, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, 1/2 ടീസ്പൂൺ കായം, ഇത്രയും എടുക്കുക. അത് വറക്കുവാൻ ആവശ്യത്തിനുള്ള എണ്ണ എടുക്കുക. റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട കടല ഇതിന്റെ വെള്ളം മാറ്റി അരച്ചെടുക്കാം. അരിപ്പയിലിട്ട് അരിച്ചെടുത്ത് വെള്ളം കളയാം. അരിച്ചെടുത്ത കടല ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാത്തത് കൊണ്ട് ഇത്രയുമേ അറിയുകയുള്ളൂ. പക്ഷെ വടയാകുമ്പോൾ ഇത്രയും അരിഞ്ഞാൽ മതി. ഇതുപോലെ കുറച്ച് കടിക്കാൻ കിട്ടുന്നതും നല്ലതാണ്. ഈ ഒരു ഭാഗത്തിന് അരച്ചെടുക്കുക. കട്ട് ചെയ്ത് വെച്ച് ഈ വെജിറ്റബിൾസ് ഒക്കെ ഈ മാവിൽ ചേർക്കാം. കറിവേപ്പില ഒന്ന് മുറിച്ചെടുത്തു. കായവും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എല്ലാം കൂടി യോജിപ്പിച്ച് കുഴയ്ക്കുക. വടയ്ക്കുള്ള മാവ് തയ്യാറായി. കടല ഓവർനൈറ്റ് സോക്ക് ചെയ്തതുകൊണ്ട് കുറച്ച് വെള്ളമയം കൂടുതലുണ്ട്. അതുകൊണ്ട് അത് പിഴിഞ്ഞ് കളയാം. എന്നിട്ട് വടയുണ്ടാക്കാം. ചെറുതായി അമർത്തി വടയുടെ ഷേപ്പാക്കുക. വെള്ളമയം കൂടുതലുണ്ടെങ്കിൽ എല്ലാ വടയും ഇതുപോലെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞുണ്ടാക്കുക. അല്ലെങ്കിൽ കടലമാവിൽ കുറച്ച് അരിപ്പൊടിയോ മൈദയോ എന്തെങ്കിലും ചേർക്കാം. എപ്പോഴും ഒന്നും ചേർക്കാതെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ വട ഓരോന്നായി ഇടുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് വടയുണ്ടാക്കേണ്ടത്. എണ്ണ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ വടയുണ്ടാക്കിയാൽ വടയുടെ പുറം ഭാഗം പെട്ടെന്ന് കരിയും. പക്ഷെ ഉൾവശം വെന്ത് കാണുകയില്ല. ആവശ്യത്തിന് ചൂട് എണ്ണയ്ക്കില്ലെങ്കിൽ വട പൊട്ടുവാനും ഇടയുണ്ട്. അതുകൊണ്ട് എണ്ണയുടെ ചൂട് നോക്കിയിട്ട് ആദ്യം അല്പം മാവ് ഇട്ട് നോക്കി അത് പൊട്ടാതെ കിട്ടുന്നുണ്ടെങ്കിൽ ധൈര്യമായി ഉണ്ടാക്കി തുടങ്ങാം. ഇതുപോലെ ബാക്കി വടകളും ഉണ്ടാക്കുക. ഇട്ട് കഴിഞ്ഞൊന്ന് പൊങ്ങി വന്നിട്ട് വേണം തിരിച്ചിടാൻ, ഇല്ലെങ്കിൽ പൊട്ടുവാനിടയുണ്ട്. പരിപ്പ് വടയേക്കാളും ഗുണമേറും കടല വടയ്ക്ക്. കാരണം തൊലിയോട് കൂടിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഈ 4 മണി പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. കമൻറ്റ് ചെയ്യാൻ ഒട്ടും മടിക്കരുത്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുമല്ലോ.